Hi everyone, hope you all are doing great. റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും ഒക്കെ നമ്മൾ ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്ക് പറഞ്ഞു തരട്ടെ. വഴക്കിടുന്ന സമയത്ത് നമ്മൾ അവരോട് പറയും, നീ പൊയ്ക്കോ, നിന്നെ വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ശൈലിയിൽ പറയുകയാണെങ്കിൽ കാര്യം തീർക്കാം എന്നൊക്കെ പറയും അല്ലേ. ഒരാൾ ലോ എനർജിയിലുള്ളതും ഒരാൾ നല്ല ഹൈ എനർജിയിലുള്ളതും ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ആ സമയത്ത് ലോ എനർജിയിലുള്ള ആൾ ആദ്യമൊക്കെ പേടിക്കും. പലതവണ ഇതേ കാര്യം തന്നെ കേൾക്കുന്ന സമയത്ത് അവരുടെ മൈൻഡ് അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവും. കാരണം അവരതിനുള്ള സൊല്യൂഷൻസ് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരൊരു പ്ലാൻ അവരുടെ മൈൻഡിൽ റെഡിയാക്കുന്നുണ്ടാവും. ഇത് കാരണം കൊണ്ട് ഗ്രാജ്വലി അവർക്ക് ഈ പറയുന്നതൊന്നും ഏൽക്കാത്ത ഒരവസ്ഥ വരും. പിന്നെ അവർ പേടിക്കില്ല, അവർ പ്രിപ്പയർഡായി. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത് എന്താ, അവർ പേടിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ അനുസരിച്ച് അവർ കൂടെ നിൽക്കുമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റാണ് നമ്മളിങ്ങനെ പലതവണ പറയുന്നത് കൊണ്ട് സംഭവിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്ഷിപ്പിലോ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇഫ് യു റിയലി വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ദാറ്റ് റിലേഷൻഷിപ്പ്. താങ്ക് യു വെരി മച്ച്.